നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവ് ആദ്യം പോകുന്നത്. അറബിക്കടലിൽ കേരള സമുദ്രാതിർത്തിയിൽ കപ്പലിൽ വീണ്ടും തീപിടുത്തം. കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോയ ചരക്ക് കപ്പലിനാണ് തീപിടിച്ചത്. 50 കണ്ടെയ്നറുകൾ കപ്പലിലേക്ക് വീണു. ബേപ്പൂരിൽ നിന്നും 45 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടമുണ്ടായത്. വലിയ തീപിടുത്തമാണ് ഉണ്ടായതെന്നാണ് നേവി വൃത്തങ്ങൾ അറിയിക്കുന്നത്. തീ അണയ്ക്കാനുള്ള ആദ്യ ശ്രമങ്ങൾ വിജയിച്ചിട്ടില്ല. എന്നാൽ കപ്പലിൽ നിന്ന് കടലിൽ ചാടിയ 18 ജീവനക്കാരെ രക്ഷപ്പെടുത്തി. 5 ജീവനക്കാർക്ക് പൊള്ളലേറ്റുവെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. വിശദാംശങ്ങളുമായി MG മിഥുനും ആജ്ഞ രവീന്ദ്രനും ചേരുന്നു. ആദ്യം മിഥുനിലേക്കാണ്. മിഥുൻ, ഇതിപ്പോൾ വലിയ രീതിയിൽ ആശങ്ക പരത്തുന്ന രീതിയിലാണ് ഈ കപ്പലിന് തീപിടുത്തം ഉണ്ടാകുന്നത്. അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കൊച്ചിയിലെ സമുദ്രാതിർത്തിയോട് ചേർന്ന് കപ്പൽ അപകടമുണ്ടാകുന്നു. തൊട്ടു പിന്നാലെ തന്നെ കോഴിക്കോട് ബേപ്പൂരിൽ നിന്ന് 45 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ ജീവനക്കാരെ, ഈ കടലിലേക്ക് ചാടിയ ജീവനക്കാരെ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണിപ്പോൾ സാഹചര്യം? എങ്ങനെയാണ് അപകടം ഉണ്ടായതെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ടോം, വളരെ ആശ്വാസകരമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. 18 പേരെ കപ്പലിൽ നിന്ന് ഈ സമയം ഈ തീപിടുത്തം ഉണ്ടാകുകയും ഒപ്പം തന്നെ പൊട്ടിത്തെറി ഉണ്ടാകുകയും ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ലൈഫ് ബോട്ടുകൾ ഉപയോഗിച്ച് കടലിലേക്ക് ചാടിയ 18 പേരെയും രക്ഷപ്പെടുത്താനായിട്ടുണ്ട് എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതേസമയം ഏകദേശം 22ഓളം ജീവനക്കാരായിരുന്നു ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്, ക്യാപ്റ്റൻ ഉൾപ്പെടെ. അതിൽ 4 പേർ ഇപ്പോഴും ഈ കപ്പലിൽ തന്നെ തുടരുന്നതായിട്ടാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ക്യാപ്റ്റനും 3 എഞ്ചിനീയറുമാണ് കപ്പലിലുള്ളത്. അതായത് കപ്പൽ കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന അവസാന സന്ദേശം ലഭിച്ചതിന് ശേഷം മാത്രമേ ഇവർ കപ്പലിൽ നിന്ന് മാറൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഒരുപക്ഷെ മറ്റു കൂടുതൽ കണ്ടെയ്നറുകളിലേക്ക് ഒരുപക്ഷെ തീ പടർന്നാൽ ഇവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള നടപടി സ്വീകരിക്കും. എന്തായാലും നിലവിൽ കോസ്റ്റ് ഗാർഡ് അവിടെ എത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്. എന്തായാലും ആശ്വാസകരമായ വാർത്ത, 18 പേരെയും രക്ഷപ്പെടുത്താനായി എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ തീപിടുത്തം ഉണ്ടായ സാഹചര്യം അത് സംബന്ധിച്ചൊരു വ്യക്തത ഇനി വരേണ്ടതായിട്ടുണ്ട്. അതായത് കടലിലെ ഡെക്കിന് താഴത്തെ നിലയിലുള്ള ഡെക്കിൽ തീപിടുത്തം ഉണ്ടായതായിട്ടുള്ള ഒരു വിവരമാണ് ലഭ്യമാകുന്നത്. അതൊരു ഔദ്യോഗിക സ്ഥിരീകരണമല്ല, പക്ഷേ മധ്യഭാഗത്തായിട്ടാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതാണ് ഒരു സംശയത്തിനിടയാക്കുന്നത്. അതൊരു പക്ഷേ കണ്ടെയ്നറിൽ നിന്നാണോ തീപിടുത്തം ഉണ്ടായത്, കണ്ടെയ്നറിൽ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും വസ്തുക്കളിൽ നിന്നാണോ ഈ തീപിടുത്തം ഉണ്ടായതെന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും അക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഇനി വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ തീ അണയ്ക്കാനുള്ള അത് സംബന്ധിച്ചാണ് പല രീതിയിലുള്ള സംശയങ്ങളുള്ളത്. കാരണം പല പൊട്ടിത്തെറികളും തീപിടുത്തവും കപ്പലിൽ ഉണ്ടായി എന്ന വിവരങ്ങളാണല്ലോ പുറത്തു വരുന്നത്. ഇത് കപ്പലിലാണോ അതോ കണ്ടെയ്നറിലാണോ തീപിടിച്ചതെന്ന് സംബന്ധിച്ച ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? ഈ ഡിഫൻസ് വിഭാഗത്തിൽ നിന്നും, അതായത് നാവികസേനയിൽ നിന്നും മറ്റോ ഇതുമായി ബന്ധപ്പെട്ടൊരു കൃത്യമായ വിവരങ്ങൾ, ഒരു വിശദീകരണം ലഭ്യമായിട്ടുണ്ടോ? ടോം, അതായത് കോസ്റ്റ് ഗാർഡിൽ നിന്ന് ലഭ്യമായ ഒരു അറിയിപ്പ് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നത്. അതായത് ഈ കപ്പലിലെ നടുഭാഗത്തായിട്ടാണ് ഇത്തരത്തിലൊരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകുകയും ആ ഭാഗത്തുള്ള കണ്ടെയ്നറുകളിലേക്കാണ് തീ പടരുകയും ചെയ്തിട്ടുള്ളത്. അതൊരു പക്ഷേ ഡക്കിൽ നിന്നാകാം ഒരു പക്ഷേ തീ പടർന്നതെന്നുള്ള ഒരു നിഗമനമുണ്ട്, ഒരു പ്രാഥമിക നിഗമനമുണ്ട്. മറ്റൊന്ന്, കണ്ടെയ്നറുകളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ തീ പിടിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും വസ്തുക്കളുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുകയും ചെയ്യുന്നത്. അതായത് കപ്പലിലെ തീ, ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് കപ്പലിൽ തീ കെടുത്താൻ ഫയർ ഫൈറ്റിംഗിൽ ഏർപ്പെട്ട 4 പേരെയാണ് കാണാതായത് എന്നുള്ള പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് 18 പേരെ രക്ഷപ്പെടുത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അതിൽ 4 പേരെ കാണാനില്ല. അതായത് തീ അണയ്ക്കാനുള്ള ഈ അണയ്ക്കുന്നതിന് വേണ്ടി വിദഗ്ധ പരിശീലനം നേടിയിട്ടുള്ള 4 പേരെ, ഫയർ ഫൈറ്റിംഗിൽ വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള 4 പേരെയാണ് കാണാതായിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അതാണ് ഒരു സംശയത്തിലേക്ക് ഇപ്പോൾ നയിക്കുകയും ചെയ്യുന്നത്. കാരണം സ്വാഭാവികമായും ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാവുകയെങ്കിൽ അതൊരു പക്ഷേ കപ്പലിൻ്റെ ഏതെങ്കിലും ഒരു വശത്തായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും 2 അറ്റത്തായിട്ടുള്ള വശങ്ങളിലേക്കായിരിക്കും ഒരു പക്ഷേ തീ പടരാനുള്ള സാഹചര്യം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. പക്ഷേ ഇത് മധ്യഭാഗത്താണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതാണ് വലിയ ആശങ്കയ്ക്ക് വഴിവെക്കുകയും ചെയ്യുന്നത്. കാരണം അത്തരത്തിൽ തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ കണ്ടെയ്നറിനുള്ളിൽ നിന്നാകാം ഈ തീപിടുത്തം ഉണ്ടായത്. അതിലേതെങ്കിലും തരത്തിലുള്ള തീപിടിക്കാൻ കാരണമാകുന്ന തരത്തിലുള്ള ഏതെങ്കിലും പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളോ ഉണ്ട് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നുണ്ട്. അത് തന്നെയാണ് വലിയ ആശങ്കയ്ക്ക് ഉളവാക്കുകയും ചെയ്യുന്നത്. കാരണം നേരത്തെ ടോം
സൂചിപ്പിച്ച പോലെ തന്നെ വളരെ കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ എറണാകുളം തീരത്തിന് ഏകദേശം കുറച്ച് കിലോമീറ്റർ അകലെയായിട്ട് MSCയുടെ കപ്പൽ മറിയുകയും ഒപ്പം തന്നെ നിരവധി കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുകയും പല തെക്കൻ തീരങ്ങളിലായി ഇത് അടിയുകയും ചെയ്ത ഒരു പക്ഷേ വലിയ ആശങ്ക ഉയർത്തിയ ദിവസങ്ങളായിരുന്നു. കാരണം ഏതെങ്കിലും തരത്തിൽ ജീവന ഹാനികരമായിട്ടുള്ള അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് ദോഷകരമായിട്ടുള്ള ഏതെങ്കിലും വസ്തുക്കൾ ഈ കണ്ടെയ്നറുകളിൽ ഉണ്ടോ എന്നുള്ള അടക്കമുള്ള വലിയ ആശങ്ക ഉയർത്തുന്ന ഒരു ദിനങ്ങളിലൂടെയായിരുന്നു കടന്നുപോയത്. പിന്നീട് അത് ആ വസ്തുക്കളൊന്നും തന്നെ ഇല്ല എന്ന് കണ്ടെത്തുകയും ചെയ്തതിന് പിന്നാലെ നിരവധി വസ്തുക്കൾ, അതായത് ഈ മാലിന്യങ്ങൾ വലിയ രീതിയിൽ തീരത്ത് അടിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവ ഇതുവരെയും നീക്കം ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം. അതിന് തൊട്ട് പിന്നാലെയാണ് ബേപ്പൂരിൽ നിന്ന് 45 നോട്ടിക്കൽ മൈൽ അകലെ വീണ്ടും കപ്പൽ ദുരന്തമുണ്ടാകുന്നത്. ആജ്ഞ രവീന്ദ്രൻ കൂടി ചേരുന്നു വിവരങ്ങളുമായി. ആജ്ഞ, 22 ജീവനക്കാരായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 18 പേരെ ഇപ്പോൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. 5 പേർക്ക് പൊള്ളലേറ്റെന്ന വിവരമുണ്ട്. ഈ രക്ഷപ്പെടുത്തത് അതിൽ കൂടാതെ, അതായത് മറ്റു 4 പേർ എവിടെയെന്ന് സംബന്ധിച്ച് ഇപ്പോഴും പല അഭ്യൂഹങ്ങളുമുണ്ട്. അതായത് അവർ കടലിലേക്ക് ചാടിയിട്ടുണ്ടാകുമോ അതോ കപ്പലിൽ തന്നെ ആയിരിക്കുമോ? നിലവിൽ കോസ്റ്റ് ഗാർഡും നാവികസേനയും സംയുക്തമായിട്ടാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഈ നിലവിൽ കാണാതായ മറ്റു 4 പേരെ കുറിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ? ക്യാപ്റ്റനും 3 എഞ്ചിനീയർമാരുമാണ് കപ്പലിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 4 പേരെയാണ് കാണാതായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 66 നോട്ടിക്കൽ മൈൽ അകലെയാണ്, തീരത്തുനിന്ന് 66 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചിട്ടാണ് കപ്പലിൽ തീപിടുത്തം ഉണ്ടായത്. കൊളംബോയിൽ നിന്നും നവി മുംബൈയിലേക്ക് പോയ കപ്പലിനാണ് തീപിടുത്തമുള്ളത്. സിംഗപ്പൂർ ഫ്ലാഗ്, അതായത് അണ്ടർ ദ ഫ്ലാഗ് ഓഫ് സിംഗപ്പൂർ എന്നാണ് ആ കപ്പലിനെ പറ്റിയുള്ള വിവരം ലഭിക്കുന്നത്. അങ്ങനെയാണ് ഇത്. മാത്രമല്ല കൊളംബോയിൽ നിന്ന് 10 മണിക്കൂർ 28 മിനിറ്റ് സമയം കഴിഞ്ഞ ശേഷമാണ് തീപിടുത്തം ഉണ്ടായത്. അത് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ചിട്ട് കപ്പൽ ഔട്ട് ഓഫ് കൺട്രോൾ ആണ്, അതായത് തീ അണയ്ക്കാനായിട്ടില്ല എന്നുള്ള വിവരം തന്നെയാണ്. അത് കണ്ടെയ്നർ ഷിപ്പാണ്, ചരക്ക് കപ്പലാണ്. ഈ ഒരു ഇത് കൂടി പറയുമ്പോൾ 22 പേരായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത്. അതിൽ 18 പേരും കടലിലേക്ക് ചാടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കി. ബാക്കി 4 പേരുടെ വിവരമാണ് ലഭ്യമാകാനുള്ളത്. അവരെ ഈ 4 പേരെ തീയിൽപ്പെട്ടതാണോ അതോ കടലിൽ ചാടിയതാണോ എന്നുള്ള വിവരം ലഭിച്ചില്ല. കൊച്ചിയിൽ നിന്നും നേവിയുടെ കപ്പൽ അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. മാത്രമല്ല ആ കപ്പൽ ചാലിലേക്ക് വരുന്ന എല്ലാ കപ്പൽ അധികൃതരെയും വിവരം അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരൊക്കെ അങ്ങോട്ട് രക്ഷാപ്രവർത്തനത്തിനായി നീങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് കോഴിക്കോടും എറണാകുളത്തുമുള്ള ജില്ലാ കളക്ടർമാർക്ക് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ 4 പേരെ കാണാനില്ല എന്നുള്ള വിവരം തന്നെയാണ് ലഭ്യമാകുന്നത്. ഇത് മാത്രമല്ല, അത് ക്യാപ്റ്റനും 3 എഞ്ചിനീയർമാരും അടങ്ങിയ സംഘത്തെയാണ് കാണാതായിരിക്കുന്നത്. ഈ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ 268 മീറ്റർ നീളവും 32 മീറ്റർ വീതിയുമുള്ള കപ്പലാണ്. അതിൽ ഈ പറഞ്ഞ കണ്ടെയ്നർ ഷിപ്പ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. 20ഓളം കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലും വ്യക്തത വരുന്നുണ്ട്. എന്തായാലും അവസാനം കിട്ടുന്ന വിവരം അനുസരിച്ചിട്ട് തീ അണയ്ക്കാൻ അല്ലെങ്കിൽ കഴിയുന്നില്ല, കപ്പൽ ഔട്ട് ഓഫ് കൺട്രോൾ ആണ് എന്നുള്ള വിവരമാണ് അവസാനമായി ലഭിക്കുന്നത്. ടോം, തീർച്ചയായും അതാണ്. മിഥുനിലേക്ക് ഒരിക്കൽ കൂടി. മിഥുൻ, ഇവിടെ എറണാകുളം, കോഴിക്കോട് ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പരിക്കേറ്റ, അതായത് 5 പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. ഇങ്ങനെ രക്ഷപ്പെടുത്തിയ 18ഓളം പേരെ കേരള തീരത്ത് എത്തിച്ചാൽ ചികിത്സ നൽകാൻ ആവശ്യമായ തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടിയുള്ള ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചതെന്ന് സംബന്ധിച്ചൊരു വ്യക്തത ഡിഫൻസ് നൽകിയിട്ടുണ്ടോ? നാവികസേനയോ അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡോ നൽകിയിട്ടുണ്ടോ? മാത്രമല്ല ഇതോടൊപ്പം ഈ രക്ഷപ്പെടുത്തിയവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? കാരണം 5 പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. ഗുരുതരമായിട്ടുള്ള ഒരു പരിക്കാണോ അവർക്ക് ഉള്ളത്? അതോടൊപ്പം ഇവരെ ഇവിടെ നിന്നും, അതായത് നിലവിൽ അപകടം സംഭവിച്ച സ്ഥലത്ത് നിന്നും കൊച്ചിയിലേക്കായിരിക്കുമോ അതോ കോഴിക്കോട്ടേക്കായിരിക്കുമോ എത്തിക്കുക? നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ 18 പേരെന്ന് പറയുന്നത് ഈ കടലിലേക്ക് എടുത്തു ചാടിയ